പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് സ്വയം വിലയിരുത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോകത്ത് ആദ്യമായി കാന്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുന്ന മാഗ്ലേവ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്താദ്യമായിട്ട് കാന്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുന്ന മാഗ്ലേവ് ട്രെയിൻ, ആ ട്രെയിനിൻ്റെ പേരെന്നാണ് മാഗ്ലേവ് ട്രെയിൻ എന്നാണ്. ഈ മാഗ്ലേവ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ശരി ഉത്തരം കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 4 ഓപ്ഷൻസും വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് തന്നെയാണ്. നമുക്കൊന്ന് കറക്കി കുത്താനായിട്ടുള്ള ഒരു സാധ്യത ഇതിനകത്ത് വരുന്നില്ല. എന്തായാലും ശരി ഉത്തരം നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ചൈനയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈനയാണ് എന്ത് ചെയ്യുന്നത്? ലോകത്താദ്യമായിട്ട് കാന്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ ഓടുന്ന മാഗ്ലേവ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തദ്ദേശീയരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടും അതേപോലെ തന്നെ ഭരണ സംവിധാനത്തിൽ പ്രത്യേക വകുപ്പ് ആരംഭിക്കാൻ 2021 ജൂലൈയിൽ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. തദ്ദേശീയരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണ സംവിധാനത്തിൽ പ്രത്യേക വകുപ്പ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക വകുപ്പ്? തദ്ദേശീയരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തദ്ദേശീയരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭരണ സംവിധാനത്തിൽ പ്രത്യേക വകുപ്പ് ആരംഭിക്കാൻ 2021 ജൂലൈയിൽ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസിലേക്ക് തന്നെ കിടക്കാം. മിസോറാം, മണിപ്പൂർ, മേഘാലയ, ആസാമാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക, ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക, ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അസമാണേ. അപ്പോൾ അസമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ തദ്ദേശീയരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക കാറ്റഗറി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ച ആരാണ്? അസം സർക്കാരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം ശ്രദ്ധിക്കുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത്. അത് എവിടെയാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എവിടെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു വനിതാ ഫുട്ബോൾ അക്കാദമി വരുന്നത്? നമ്മുടെ എറണാകുളത്താണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എറണാകുളമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്ന എവിടെയാണ്? എറണാകുളത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. 2021 ഇന്ത്യയുമായി 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് നടത്തിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. 2021 ഇന്ത്യയുമായി 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് നടത്തിയ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. റഷ്യയാണ് കേട്ടോ. അപ്പോൾ റഷ്യയാണ് 2021 ഇന്ത്യയുമായിട്ട് 2+2 മിനിസ്റ്റീരിയൽ മീറ്റ്, എന്താണ് 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് നടത്തിയത് ആരാണ്? നമ്മുടെ റഷ്യയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയും വീഡിയോ ലൈക്ക് ചെയ്യാതെയും കാണുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് കൃത്യം 9 മണിക്ക് കേട്ടോ. അപ്പം കൃത്യം 9 മണിക്ക് നമ്മുടെ അൺഅക്കാഡമിയുടെ ആപ്ലിക്കേഷനകത്ത് എൻ്റെ ഒരു ലൈവ് ക്ലാസ് വരുന്നുണ്ട്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലിങ്കിൽ കയറിയിട്ട് ക്ലാസ് ഒന്ന് കാണാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ദേശീയോദ്യാനം ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഏതാണ് ആ ദേശീയോദ്യാനം? കാസിരംഗയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കാസിരംഗയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ദേശീയോദ്യാനം ഏതാണ്? കാസിരംഗ ദേശീയോദ്യാനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കർഷകരുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ട് 2021 ഓഗസ്റ്റിൽ ഈ ക്രോപ്പ് സർവേ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. കർഷകരുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ട് 2021 ഓഗസ്റ്റിൽ ഈ ക്രോപ്പ് സർവേ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. അപ്പോൾ ഏത് സംസ്ഥാനമാണ് ഈ ക്രോപ്പ് സർവേ ആരംഭിച്ചത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മഹാരാഷ്ട്രയാണ്. അപ്പോൾ കർഷകരുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ട് 2021 ഓഗസ്റ്റിൽ ഇ ക്രോപ്പ് സർവേ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈബർ സെക്യൂരിറ്റി കമ്പനികളായിട്ടുള്ള സർഫ് ഷാർക്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ചോദ്യം ശ്രദ്ധിക്കുക. സൈബർ സെക്യൂരിറ്റി കമ്പനിയായിട്ടുള്ള സർഫ് ഷാർക്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 59 കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ 59ാം സ്ഥാനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് നമ്മുടെ സർഫ് ഷാർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് പുറത്തിറക്കിയത്. ഇതൊരു സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ്. അപ്പോൾ ഈ ഇൻഡെക്സിൽ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 59 അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ജില്ല ഒരു ഉൽപ്പന്നം. ഓക്കെ, ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചത് ആരെയാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ജില്ല ഒരു ഉൽപ്പന്നം. ഓക്കെ, എന്താണ് വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചത് ആരെയെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ആരെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, കങ്കണ റണൌട്ടിനെയാണ്. അപ്പോൾ കങ്കണ റണൌട്ടിനെയാണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചത് ആരെയാണ്? കങ്കണ റണൌട്ടിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് എന്താണ് ഫിലാറ്റലി? സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ ഫിലാറ്റലി. ഓക്കെ, അപ്പോൾ ഈ ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രവും സ്റ്റാമ്പും പതിച്ച തപാൽ കവറാണ് ചങ്ങനാശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ പുറത്തിറക്കിയത് എന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രവും സ്റ്റാമ്പും പതിച്ച തപാൽ കവറാണ് ചങ്ങനാശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ പുറത്തിറക്കിയത് എന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ആരുടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ, അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ നമ്മുടെ അക്കമ്മ ചെറിയാൻ്റെ ഫോട്ടോയും സ്റ്റാമ്പുമൊക്കെ അല്ലെങ്കിൽ ഫോട്ടോയും ചിത്രവുമൊക്കെ പതിച്ച തപാൽ കവറാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചങ്ങനാശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ പുറത്തിറക്കിയത് എന്നറിഞ്ഞിരിക്കുക. അക്കമ്മ ചെറിയാൻ്റെ ചിത്രം സ്റ്റാമ്പും പതിച്ച തപാൽ കവറാണ് എന്ത് ചെയ്യുന്നത്? ചങ്ങനാശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ പുറത്തിറക്കിയത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2021 2ാമത് നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2021 2ാമത് നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്ന സ്ഥലം ഏതാണ് എന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഏത് സ്ഥലമാണ്? നമ്മുടെ ഛത്തീസ്ഗഡാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഛത്തീസ്ഗഡാണ് കേട്ടോ. അപ്പോൾ 2021 നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ 2ാമത്തെ നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയറായ പെഗാസസിൻ്റെ അനധികൃത ഹാക്കിംഗ്, അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ, നിരീക്ഷണം എന്നിവയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ച ആദ്യ സ്റ്റേറ്റ് സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പെഗാസസ്, നമുക്കറിയാം പെഗാസസ്, അതിൻ്റെ അനധികൃത ഹാക്കിങ്ങിനെ കുറിച്ചും ഫോൺ ചോർത്തലിനെ കുറിച്ചും നിരീക്ഷണത്തെക്കുറിച്ചും ഒക്കെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നമ്മുടെ വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാളാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസിൻ്റെ അനധികൃത ഹാക്കിങ്, ഫോൺ ചോർത്തൽ, നിരീക്ഷണം എന്നിവയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. നിർമ്മാണ രംഗത്ത് ഹരിതോർജ്ജം ഉപയോഗിക്കാൻ കേരളത്തിലെ ആദ്യ LPG ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്താണ് ചോദ്യം. നിർമ്മാണ രംഗത്തും ഹരിതോർജ്ജം ഉപയോഗിക്കാനായിട്ട് കേരളത്തിലെ ആദ്യത്തെ LPG ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? LPG ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നമ്മുടെ പയ്യന്നൂരിലാണ്. അപ്പോൾ പയ്യന്നൂരിലാണ് നിർമ്മാണ രംഗത്ത് ഹരിതോർജ്ജം ഉപയോഗിക്കാനായിട്ട് കേരളത്തിലെ ആദ്യത്തെ LPG ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്?
പയ്യന്നൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രെയിൻ ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM നിലവിൽ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഗുരുഗ്രാമിലാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഗുരുഗ്രാമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രെയിൻ ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രെയിൻ ATM നിലവിൽ വരുന്നത് എന്നറിഞ്ഞിരിക്കുക. 15ാമത്തെ ചോദ്യം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഭേദഗതി നിയമം 2021 അനുസരിച്ചുകൊണ്ട് സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിയമം 2021 അനുസരിച്ചുകൊണ്ട് സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ലഡാക്കാണ് കേട്ടോ. അപ്പോൾ ലഡാക്കിലാണ് സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എന്നറിഞ്ഞിരിക്കുക. ലഡാക്കിലാണ് സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൗഹൃദ ഹൈവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൗഹൃദ ഹൈവേ ഏതാണ് എന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഡൽഹി ഛത്തീസ്ഗഡ് ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഡൽഹി ചണ്ഡീഗഡ് ഹൈവേ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൗഹൃദ ഹൈവേ ആണ്. ഡൽഹി ചണ്ഡീഗഡാണ്. ഓക്കെ, അപ്പോൾ ഡൽഹി ചണ്ഡീഗഡ് ഹൈവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൗഹൃദ ഹൈവേ. ഓക്കെ, നമുക്കടുത്ത് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റീഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് 2021 ഇന്ത്യയിലെ ആദ്യത്തെ ഏരിയൽ സീഡിംഗ് ക്യാമ്പയിൻ ഹരാബര എന്താണ്? ഹരാബര എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏരിയൽ സീഡിംഗ് ക്യാമ്പയിനാണ് കേട്ടോ. റീഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഏരിയൽ സീഡിംഗ് ക്യാമ്പയിനായിട്ടുള്ള ഹരാബര എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, തെലങ്കാനയാണ്. അപ്പോൾ തെലങ്കാന സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? റീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2021 എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഏരിയൽ സീഡിംഗ് ക്യാമ്പയിനായിട്ടുള്ള ഹരാബര എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത് തെലങ്കാന സർക്കാരാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം, 2021 ഒക്ടോബറിൽ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ പ്രഥമ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര നടൻ ആരാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. 2021 ഒക്ടോബറിൽ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ പ്രഥമ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ചലച്ചിത്ര നടൻ ആരാണെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്ദ്രൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻസിനാണ് എന്ത് ലഭിക്കുന്നത്? 2021 ഒക്ടോബറിൽ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ പ്രഥമ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള ചലച്ചിത്ര നടനാണ് ആര്? നമ്മുടെ ഇന്ദ്രൻസ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ സ്കെയിൽ മലൈക്ക് അൺഹൈഡ്രഡ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ സ്കെയിൽ മലൈക്ക് അൺഹൈഡ്രഡ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, പാനിപ്പട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിപ്പത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ IOCയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ സ്കെയിൽ മലൈക്ക് അൺഹൈഡ്രഡ് പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? പാനിപ്പത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ റൂഫ് ടോപ്പ് ഡ്രൈവ് ഇൻ തിയേറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ റൂഫ് ടോപ്പ് ഡ്രൈവ് ഇൻ തിയേറ്റർ വരുന്ന നഗരം ഏതാണെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മുംബൈ ആണ് കേട്ടോ. അപ്പോൾ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ റൂഫ് ടോപ്പ് ഡ്രൈവ് ഇൻ തിയേറ്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? മുംബൈ ആണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കാൻ 2021 ജൂലൈയിൽ സുജൽ അഥവാ ഡ്രിങ്ക് ഫ്രം ടാപ്പ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാകാൻ 2021 ജൂലൈയിൽ സുജൽ അല്ലെങ്കിൽ ഡ്രിങ്ക് ഫ്രം ടാപ്പ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് നഗരമാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പുരിയാണ്. പുരിയിലാണ് എന്ത് ചെയ്യുന്നത്? 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കാനായിട്ട് ഡ്രിങ്ക് ഫ്രം ടാപ്പ് പദ്ധതി, സുജൽ അല്ലെങ്കിൽ ഡ്രിങ്ക് ഫ്രം ടാപ്പ് പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? പുരിയാണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം, കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് പക്ഷാഘാതം ബാധിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് പക്ഷാഘാതം ബാധിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം
ഏതാണ് എന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ പക്ഷാഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആർക്ക് തന്നെയാണ്? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കാണ്. നമ്മുടെ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുണ്ട് പക്ഷാഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2021 സെപ്റ്റംബറിൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിന് RBI ഒഴിവാക്കിയ ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. 2021 സെപ്റ്റംബറിൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴിവാക്കിയ ബാങ്ക് ഏതാണെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. IOB അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അല്ലെങ്കിൽ IOB ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ RBI ഒഴിവാക്കിയത്. എന്തിൽ നിന്ന്? 2021 സെപ്റ്റംബറിൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന്. ഓക്കെ, പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് RBI ഒഴിവാക്കിയ ബാങ്ക് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കടുത്ത 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള 30 വർഷത്തെ സഹകരണം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി ആസിയാൻ ഇന്ത്യ സൗഹൃദ വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തിനെയാണ്? അപ്പോൾ ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള 30 വർഷത്തെ സഹകരണം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ആസിയാൻ സൗഹൃദ വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് 2022. അപ്പോൾ 2022 എന്ത് ചെയ്യുന്നത്? നമ്മുടെ നരേന്ദ്രമോദി ആസിയാൻ ഇന്ത്യ സൗഹൃദ വർഷമായി ആചരിക്കുന്നത് 2022 അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 25ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 14ാമത് അർബൻ മൊബിലിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, 14ാമത് അർബൻ മൊബിലിറ്റി ഇൻ ഇന്ത്യ കോൺഫറൻസ് 2021 പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണെന്നാണ് ചോദ്യം. അർബൻ മൊബിലിറ്റി ഇൻ ഇന്ത്യ കോൺഫറൻസ് 2021 പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ് എന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരം വരുന്നത്. കൊച്ചിയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിക്കാണ് 14ാമത് അർബൻ മൊബിലിറ്റി ഇൻ ഇന്ത്യ കോൺഫറൻസ് 2021 പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരമാണ് കൊച്ചി എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്കറിയാം പലതും നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ തന്നെയായിരിക്കും. എന്ത് ചെയ്യുക? പുതിയ ചോദ്യങ്ങളൊക്കെ 1-2 തവണ വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, 9 മണിക്ക് തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യാം? ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ക്ലാസ്സിലേക്ക് ലൈവ് ക്ലാസ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ SCRT സോഷ്യൽ സയൻസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഫലപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.